സ്ത്രീയും പുരുഷനും ഒരുമിച്ച് എന്നുള്ളതാണല്ലോ പ്രശ്നമല്ലേ? അതൊരു പ്രശ്നമാണ്. സൗദി അറേബ്യ അതൊരു പ്രശ്നമാണോ അതാണോ പ്രശ്നം യഥാർത്ഥത്തിൽ? എന്താ എന്റെ ഉദ്ദേശം? അതൊരു പ്രശ്നമാണ്. അത് ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞത് പ്രശ്നമാണ് തന്നെയല്ലേ? അവിടെ ശ്രീ ഹിലാൽ, ഇതാ താങ്കൾ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ആയതുകൊണ്ടാണ് എനിക്കിങ്ങനെ ആവർത്തിച്ച് ചോദിക്കേണ്ടത്. താങ്കളുടെ കൂടെ പുരുഷന്മാർ മാത്രമാണോ പഠിക്കുന്നത്? ഇങ്ങനെയുണ്ട് ഒരു ജന്മം. താങ്കളെ പുരുഷന്മാർ മാത്രമാണോ പഠിപ്പിക്കുന്നത്? താങ്കളുടെ ഒപ്പം സ്ത്രീകൾ ഉണ്ടായെങ്കിൽ അവരെ പഠിപ്പിക്കുന്നത് സ്ത്രീകൾ മാത്രമാണോ? പെണ്ണുങ്ങളെ കാണാൻ പാടില്ലെന്നായി. അല്ല, തീർച്ചയായും അല്ല. ഞാൻ പറയുന്നത് ഒരു കാര്യം പറഞ്ഞ് പൂർത്തീകരിക്കാൻ അനുവദിക്കണം എന്നുള്ളതാണ്. അതായത് ഇപ്പോ ഞാൻ പഠിക്കുന്നത് ഒരുമിച്ചല്ലേ, ഒരുമിച്ചാണ്, അതിൽ എനിക്ക് പ്രശ്നമില്ല. നിങ്ങൾ മനുഷ്യ ശരീരത്തെ കുറിച്ച്, ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ശരീരം എന്ത്, ആ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതടക്കം, ഞാനും താങ്കളുമൊക്കെ എങ്ങനെയാണ് ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ രണ്ട് വിഭാഗമായി ഇരുന്നു കൊണ്ടാണോ പഠിക്കുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ കൃത്യമായി ഞാൻ മെഡിക്കൽ സൈക്കോളജി പഠിക്കുന്നുണ്ട്, അതിന്റെ ഭാഗമായിട്ട് അനാട്ടമി പഠിക്കുന്നുണ്ട്, ഫിസിയോളജി പഠിക്കുന്നുണ്ട്. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര്. ആൺകുട്ടികളും പെൺകുട്ടികളും ഫ്രീ മിക്സിംഗ് ഉണ്ടാവും. ശരി, താങ്കളെ പറഞ്ഞെടുത്തൊരു പോയിന്റ് ഉണ്ട്, എനിക്ക് പ്രശ്നമില്ല എന്ന്. അപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി പറയാണ്, മെഡിക്കൽ വിദ്യാർത്ഥി പറയുകയാണ്, എനിക്ക് ആൺകുട്ടികളുടെ കൂടെ ഇരുന്ന് പഠിക്കാൻ പറ്റില്ല എന്ന് പറയുകയോ, ഒരു ആൺകുട്ടി പറയുകയാണ് എനിക്ക് പെൺകുട്ടികളുടെ കൂടെ ഇരുന്ന് ഈ മെഡിക്കൽ സയൻസ് പഠിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിന് സംവിധാനം ഒരുക്കി കൊടുക്കണം നമ്മുടെ ഭരണ സംവിധാനങ്ങൾ എന്നാണോ താങ്കൾ പറയുന്നത്? സത്യത്തിൽ അങ്ങനെയല്ലേ തോന്നൂ? അങ്ങനെ ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല, ആരും അങ്ങനെ. അപ്പോൾ ഹിലാൽ, താങ്കൾ പറയുന്ന തലത്തിലേക്ക് മനുഷ്യരാശി ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങളല്ലേ ഈ പൊതുസമൂഹത്തിന് ഉണ്ടാകേണ്ടത്? സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരുമിച്ച് എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്താൽ അത് തെറ്റല്ല, അനുവദിക്കില്ല ഞാൻ. അതായത് ഇവിടെ ഇപ്പോൾ താങ്കൾ പഠിക്കുന്നത് മെഡിക്കൽ സബ്ജക്റ്റ് ആണെങ്കിൽ താങ്കളുടെ ശ്രദ്ധ ആ മെഡിക്കൽ സബ്ജക്റ്റിലാണ്. അവിടെ ഏത് പെൺകുട്ടിയാണ് അത് പഠിക്കുന്നത്, ആ പെൺകുട്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല. സ്വന്തം കാര്യം പറഞ്ഞാൽ മതി കേട്ടോ. അതായത് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ലോകവീക്ഷണം ഉണ്ടാവും. അഭിലാഷ് ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു ലിബറൽ ലോകവീക്ഷണം ആവാം. ആ ലോകവീക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം, ആ ഒരു വേൾഡ് വ്യൂവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒന്നിച്ചിരുന്ന് പഠിച്ചാൽ എന്താ കുഴപ്പം? ഫ്രീ മിക്സ് ചെയ്താൽ എന്താ കുഴപ്പം? അല്ലെങ്കിൽ ഫ്രീ സെക്സ് സൊസൈറ്റി വന്നാൽ എന്താ കുഴപ്പം? കഞ്ചാവ് ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം? അല്ല, കഞ്ചാവ് ഉപയോഗിക്കുന്നതിന് താങ്കൾ ഇതുമായി താരതമ്യം ചെയ്യില്ലേ? കഞ്ചാവ് ഉപയോഗിക്കുന്നതിന് ഇതുമായി ഒരു തരത്തിലും താരതമ്യം ചെയ്യരുത്. ശ്രീ ആരിഫ്, അതായത് ഇന്നലെ ആണല്ലോ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ജനറൽ സെക്രട്ടറി TK അഷ്റഫ് ആണ് ഒരു പോസ്റ്റ് നടത്തിയത്. അതിൽ ആണും പെണ്ണും ഇടകലർന്ന് അല്പവസ്ത്രം ധരിച്ച് തുള്ളുന്നു എന്നൊരു പ്രയോഗമൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങേയറ്റം കൗതുകം തോന്നി. നിങ്ങൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? ഇവരുടെ മക്കളെ കുറിച്ച് ഒരു അധ്യാപകനായ ആൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഈ നാട്ടിലുള്ള ഒരു ഹവക്കും എന്നെ കാണാൻ നമ്മൾ സമ്മതിക്കില്ല. അയാൾ ആ പെൺകുട്ടികളെ ഏത് കണ്ണിലൂടെയാണ് നോക്കുന്നത് എന്ന് പോലും ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അല്പവസ്ത്രം ധരിച്ചെത്തിയാൽ സ്വന്തം ക്ലാസ്സിലെ ഒരു പെൺകുട്ടി മറ്റൊരാളായി മാറുമോ, അല്ലെങ്കിൽ ഒരു ആൺകുട്ടി മറ്റൊരാളായി മാറുമോ എന്നൊക്കെയുള്ള അത്ഭുതം എനിക്കുണ്ട്. മനഃശക്തി തരണേ. ശ്രീ ആരിഫ്, യഥാർത്ഥത്തിൽ എന്താണ് ഇതിലെ ബേസിക്കായ പ്രശ്നം എന്നതാണ് താങ്കൾക്ക് ബോധ്യപ്പെടുന്നത്? ബേസിക്കായ പ്രശ്നം ഇസ്ലാം തന്നെയാണ്, അതിലൊരു സംശയമില്ല. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്, ഒരു തട്ടിപ്പാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന CP ഹിലാൽ ചെയ്യുന്നതും അത് തന്നെയാണ്. കാരണം എന്താണ് ഇവിടുത്തെ പ്രശ്നം? പഠനമില്ലായ്മയോ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നുമല്ല. ഇവിടുത്തെ പ്രശ്നം എന്താണ്, ഈ ഒരു വിഷയം ഇവിടെ അവതരിപ്പിക്കുമ്പോൾ അതിന് ആദ്യമേ തന്നെ പറഞ്ഞു വെക്കുന്നത് എന്താണ്, ആഭാസം എന്ന് വിളിച്ചത് ഫൈസി. തീരെ ബുദ്ധിയില്ലാത്തൊരു സാധനല്ലേ ഇതേപോലെ അല്പവസ്ത്രധാരികളുടെ അഴിഞ്ഞാട്ടം എന്നുള്ള രീതിയിൽ പറഞ്ഞു വെച്ചത് ഇവിടെ മറ്റൊരാൾ. പിന്നെ എല്ലാത്തിനും ഉപരി സൂംബ എന്ന് പറയുന്ന സാധനം നൃത്തം എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരു ഡാൻസ് ഫിറ്റ്നസ് പ്രോഗ്രാമാണ്. ഇതാണ് അതിൽ ആദ്യത്തെ ഒരു കാര്യം. ഇതുപോലും മറച്ചു വെച്ചുകൊണ്ട് ഇതൊരു ഫിറ്റ്നസ് പ്രോഗ്രാം ആണ് എന്നും അത് ചെയ്യുമ്പോഴുണ്ടാകുന്ന എയറോബിക് ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങളും മറ്റു നിരീക്ഷണങ്ങളും അവിടെ ഉണ്ടായിരിക്കെ ലഹരിയിൽ ഇതിനെന്തോ ഗുണമുണ്ടോ ഇല്ലയോ എന്നൊക്കെ വലിയ കൊണാണ്ട്രം ചോദ്യമൊക്കെ വെച്ച് ചെയ്യുമ്പോൾ സത്യത്തിൽ ഇവർ ശ്രമിക്കുന്നത്, ഇവർക്ക് ഉണ്ടായി പോയിട്ടുള്ള ഒരു അബദ്ധം അല്ലെങ്കിൽ പിടിക്കപ്പെട്ടുള്ള ഒരു അവസ്ഥ ഈ പറയുന്ന താലിബാനിസ് ഇവിടെ ഇറക്കാൻ നോക്കി. അതായത് ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖം ഇവിടെ ഇറക്കാൻ നോക്കിയപ്പോൾ അത് പിടിക്കപ്പെട്ടു. കാടി വെള്ളത്തിൽ വീണ കാക്കയെ പോലെ വേഷം കെട്ടിയ നിന്നെ ഞാൻ തിരിച്ചറിയില്ലെന്ന് വിചാരിച്ചു. ഇവിടെ എന്താ പറഞ്ഞത്, ഇതിൽ എന്താണ് ഇതിന്റെ സാംസ്കാരിക ശൂന്യത എന്നാണ് ചോദിച്ചപ്പോൾ ഒരെണ്ണം പോലും പറയാൻ കഴിഞ്ഞിട്ടില്ല. കുത്തി ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്, അല്പവസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ശരി, ഇതിലിപ്പോ കുട്ടികളോട് അല്പവസ്ത്രം ധരിക്കാൻ ഇവിടെ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ധരിച്ചതുകൊണ്ട് അവരുടെ ഒരു ഇൻഡിവിജ്വൽ ചോയ്സ് എന്നുള്ള രീതിയിൽ അത് ചെയ്യുന്ന മുതിർന്നവർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരുടെ കാര്യം. സ്കൂൾ കുട്ടികളടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ ഇവിടെ അത് പറയാനുള്ള അവസരം ഉണ്ടോ? ഇല്ല. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. പിന്നെ ഇവിടെ പറഞ്ഞത് ആൺ പെൺ മിക്സിങ്ങിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ആൺ പെൺ മിക്സിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് മക്കയിൽ ഈ ഹജ്ജിന്റെ സമയത്ത് അവിടെ നടക്കുന്ന ഈ ജാക്കി വെപ്പിനെ കുറിച്ച് നമ്മൾ പറയേണ്ടതായിട്ട് വരും.
അതിന്റെ ചിത്രങ്ങൾ വീഡിയോ ഒക്കെ വേറെ ഉണ്ട്, അത് ഞാൻ വേറെ വെച്ചത്. യാതൊരു തരത്തിലും ഒരു നിങ്ങൾ ഇടപെടരുത്. നിങ്ങൾ പറഞ്ഞ മണ്ടത്തിന് മുഴുവൻ ഞാൻ കേട്ടോണ്ടിരുന്നു, ഞാൻ പറയുമ്പോൾ നിങ്ങൾ കേൾക്കുക. ഓക്കെ, ഇവിടെ നോണ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നോണ തന്നെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറഞ്ഞു ആധുനിക വൈദ്യത്തിന്റെ പിതാക്കന്മാരായിട്ടും കുറെ മുസ്ലിങ്ങളുടെ പേര് കിട്ടുന്നു കിട്ടും. ഇബ്നു സീന അവിടെ വിളിച്ചോണ്ടിരുന്നത് ലീഡർ ഓഫ് ദ കാഫിർ എന്നാണ് വിളിച്ചോണ്ടിരുന്നത്, മുസ്ലിം ആയിരുന്നില്ല. ഇന്ന് അവർ മുസ്ലിമാക്കി മാറ്റാണ്. ഇത് ഞാൻ ഏറ്റെടുത്തു. ഈ നാട്ടില് കുറച്ചാളെങ്കിലും എന്റെ ഭാഗത്ത് എനിക്കും വേണം. അതേപോലെ ഈ പറയുന്ന അൽ റാസിയെ കുറിച്ച് പറയുന്നത് ഇത് ഹെറിറ്റിക് എന്നാണ് ആൾ വിളിച്ചുകൊണ്ടിരുന്നത്. ഇതേപോലുള്ള ഗസാലി ഇമാമിനെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യം അവിടെ ഉണ്ടായിരിക്കും. അതൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് അവരുടെ പിടിക്കപ്പെട്ടമുണ്ടായുള്ള അവസ്ഥയെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ തട്ടിപ്പ് നടത്തുകയാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വെല്ലുവിളി നമ്മൾ മുന്നേ വെച്ചിട്ടുണ്ട്. അതിൽ വന്നിട്ട് ആദ്യം പൊതുവേദിയിൽ വന്ന് സമ്പാദിക്കുക. നീ വിട്ടു, ഇത് എനിക്കുള്ള പണിയാ. അതിന് തയ്യാറാവും. അല്ലാതെ ഇവിടെ വന്നിരുന്നിട്ട് ചുരുണ്ട കാര്യം നേടാൻ നോക്കിയാൽ നടക്കില്ല. അതവിടെ നിൽക്കട്ടെ. ഇനി നിങ്ങൾ ഇടപെടാതിരിക്കൂ, ഒന്ന് ക്ഷമ കൈക്കൊള്ളൂ. അസ്വബുർ നിസ്ഫുൽ ഈമാൻ. ഓക്കെ, ക്ഷമ കൈക്കൊള്ളൂ. ഓക്കെ, നിങ്ങൾ പറഞ്ഞ മണ്ടത്തിലൊക്കെ ഞാൻ കേട്ടോണ്ടിരുന്നു. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? അപ്പൊ ഞാനിതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിന്റെ പ്രശ്നം എന്താണ്? ഇസ്ലാമാണ്. ഇവർ പറഞ്ഞ അല്പവസ്ത്രം ധരിക്കരുത് എന്ന് പറഞ്ഞു, അതൊരു പ്രശ്നമാണ്. ഓക്കെ, അല്പവസ്ത്രം അല്ലെങ്കിൽ പിന്നെ എന്താണ് ധരിക്കേണ്ടത്? ഇവരുടെ തന്നെ ലോജിക്ക് എന്താണ്? പർദ്ദ അല്ലെങ്കിൽ ബിക്കിനി, ഇതല്ലാതെ അതിന്റെ ഇടയിൽ ഒരു സാധനം ഇല്ല ഇവർക്ക്. അപ്പൊ പിന്നെ അവിടുത്തെ കാര്യം എന്താണ്? പർദ്ദ ധരിക്കുക. ഇതാരാ പറഞ്ഞത്? ഇത് പറഞ്ഞത് താലിബാൻ പറയുന്നു. താലിബാൻ പറയുന്നത് എവിടെ നോക്കിയിട്ടാണ്? മുഹമ്മദ് നബി പറയുന്നത് നോക്കിയിട്ട്, അല്ലെങ്കിൽ ഇസ്ലാം പറയുന്നത് നോക്കിയിട്ട്. അപ്പൊ ഇസ്ലാമാണ് താലിബാൻ പറയുന്നത്, താലിബാൻ പറയുന്നതാണ് ഇവിടെ ഹിലാൽ ഇരുന്ന് പറയുന്നത്. ഇത് തന്നെയല്ലേ ഇസ്ലാം? എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട് അങ്ങനെ തിന്നിടോ. അപ്പൊ ഈ പറയുന്നത് താലിബാനിസമാണ്. പോയിന്റ് നമ്പർ 1. ഇനി അടുത്തത് പറഞ്ഞു മിക്സിംഗ്. നിങ്ങളൊന്ന് സമാധാനിക്കോ പൊന്നു ഹിലാലെ, നിങ്ങൾ പറയുന്ന മണ്ടത്തിലൊക്കെ ഞാൻ കേട്ടോണ്ടിരുന്നു. വെറുതെ എല്ലാവരും കുറയ്ക്കണത്. ക്ഷമ കൈക്കൊള്ളൂ. അസ്വബ്ര നിസ്ഫുൽ ഈമാൻ. ക്ഷമ കൈക്കൊള്ളൂ, ക്ഷമ കൈക്കൊള്ളൂ. ഓക്കെ, ഞാൻ പറയട്ടെ. അല്ല ശ്രീ ഹിലാൽ, ഞാൻ താങ്കളിലേക്ക് വരാം, താങ്കളിലേക്ക് എത്താം. ഓക്കെ, താങ്കൾക്ക് മറുപടി പറയാൻ അവസരം. മിക്സിംഗ് ആണ് ഇവിടുത്തെ പ്രശ്നം പറഞ്ഞത്. മിക്സിംഗ്. ഈ മിക്സിങ്ങിന് താലിബാൻ എന്താ അവിടെ ചെയ്തത്? അവർ മറ കെട്ടാണ് ചെയ്തത്. എന്നെ വിശ്വാസമില്ലേ? ഹലോ എന്റെ പുന്നാര മുത്തേ, അന്ന ഞമ്മക്ക് 1000 വട്ടം വിശ്വാസമാണ്, എന്നാലും ഒരു പേടി. ഇത് തന്നെയല്ലേ ഈ പറയുന്ന ഹിലാലിന്റെ ജ്യേഷ്ഠൻ ഇവിടെ പണ്ടൊരു ക്ലാസ് നടത്തിയതിന്റെ വീഡിയോ ഇവിടെ വൈറലാവുകയും ചിത്രം വൈറലാവുകയും ഇതുപോലെ സെഗ്രിഗേഷൻ നടത്തിക്കൊണ്ട് ക്ലാസ് നടത്തുന്നതിന്റെ ഒരു വലിയ വിവാദം ഇവിടെ ഉണ്ടായി. ഗേൾസിന് അത്യാവശ്യം ഫ്രീഡം അനുവദിച്ചു കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ. അതോടൊപ്പം തന്നെ മറ്റ് കല്യാണങ്ങൾക്ക് ഇത് ചെയ്യുന്നത് സംബന്ധിച്ച് സിനിമാ നടിമാർ ഇതിവിടെ പുറത്തു വന്നപ്പോൾ അതിവിടെ വലിയ ചർച്ചയുണ്ടായി. അപ്പൊ ഈ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ നിയമമാണ്. ഇനി ഞാനായിട്ട് എന്തിനാ പാരമ്പര്യത്തിന് കളങ്കം വരുത്തുന്നത്? ഇത്തരത്തിലുള്ള ഇസ്ലാമിന്റെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഇത് പ്രശ്നമാകും. അത് നമ്മൾ ചർച്ച ചെയ്യും, അത് നമ്മൾ ചോദ്യം ചെയ്യും. ഇനി ഇവിടെ പ്രശ്നമാകുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ആർക്കാ പ്രശ്നമായിട്ടുള്ളത്? ഇവിടെ ഈ പറയുന്ന കുറച്ച് ഇത്തരത്തിലുള്ള വ്രണം പൊട്ടിയ ഇസ്ലാമത വിശ്വാസികൾക്കല്ലാതെ വേറെ ഏതെങ്കിലും മതത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഈ വ്രണം പൊട്ടിയോ? ഇല്ലല്ലോ. അപ്പൊ ഇവർക്ക് വ്രണം പൊട്ടുന്നതിന്റെ കാരണം എന്താണ്? ഈ മതത്തിന്റെ പ്രശ്നമാണ്. ഇത് പാകിസ്ഥാനൊന്നുമല്ലല്ലോ, ഇന്ത്യയല്ലേ. അപ്പൊ ഇവരുടെ ധാർമ്മികത മതത്തിന്റേതാണെന്ന് പറയുന്നത്. അപ്പൊ ഈ മതം പഠിപ്പിക്കുന്ന ധാർമ്മികത എന്താണ്? പർദ്ദ ഇടണം. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന വേഷത്തിന് പകരം പർദ്ദ ഇടണം. ഇതാണ് അവരുടെ ധാർമ്മികത. അപ്പൊ പടച്ചോൻ പറഞ്ഞു ഞങ്ങൾ ചെയ്യുന്നു, പടച്ചോൻ കൊല്ലാൻ പറഞ്ഞാലും കൊല്ലും. ഇതാണ് ഇവരുടെ മതത്തിന്റെ ധാർമ്മികത. ഒബ്ജക്റ്റീവ് മൊറാലിറ്റി എന്ന് അത്രേ ഉള്ളൂ. RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളിലെ നിങ്ങളൊന്ന് സമാധാനിക്കൂ. നിങ്ങൾ ക്ഷമ കൈക്കൊള്ളൂ മിസ്റ്റർ ഹിലാൽ ക്ഷമ കൈക്കൊള്ളൂ. അസ്വബ്ര നിസ്ഫുൽ ഈമാൻ. ഓക്കെ, ക്ഷമ കൈക്കൊള്ളൂ. നിങ്ങളൊന്ന് സമാധാനിക്കൂ. പറയട്ടെ, നിങ്ങൾ പറയുന്ന മണ്ഡലത്തിലൊക്കെ ഞാൻ കേട്ടോണ്ടിരുന്നില്ലേ? നിങ്ങൾ പറയുന്ന മണ്ഡലത്തിലൊക്കെ ഞാൻ കേട്ടോണ്ടിരുന്നു, ഞാൻ പറഞ്ഞു നിങ്ങൾ കേൾക്ക്. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ ഇത്തരത്തിൽ ഏതൊരു വിഷയത്തിലും മതം കുത്തിത്തിരിക്കുന്ന പരിപാടി അത് ഈ ഇസ്ലാം മത വിശ്വാസികളുടെ ഭാഗത്ത് ഇതുപോലുള്ള വ്രണം പൊട്ടുന്ന വിശ്വാസികളുടെ ഭാഗത്ത് ഉണ്ടാകുമ്പോൾ അതിനെ എതിർക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഇത് മതേതര ഇടങ്ങളെ മതേതരമായി നിലനിർത്തുന്നതിന്റെ ഒരു ബാധ്യത നമുക്ക് പൊതുജനങ്ങൾക്കുണ്ട്. അതിന് ഇത്തരത്തിലുള്ള പുഴുക്കുത്തകളെ നമ്മൾ കൃത്യമായിട്ട് എതിർത്തിരിക്കണം. ഈ പറയുന്ന സൂംബ ഡാൻസ് എന്നല്ല, എന്ത് തന്നെ ആയാലും, സ്കൂൾ സമയമാറ്റമായാലും ശരി, യൂണിഫോം സിവിൽ കോഡിന്റെ വിഷയമായാലും ഏതിലും മതം തിരികൊണ്ട് ഇത്തരത്തിലുള്ള വികലമായ വാദങ്ങൾ വെച്ചുകൊണ്ട് ഇത് ബാക്കിയുള്ള ആളുകൾക്കും കൂടി അവരുടെ ഏതെങ്കിലും ഉന്നതിയെ പോലും തടയുന്നു. ഈ സ്ത്രീ വിദ്യാഭ്യാസത്തിന് പോലും എതിരെ നിന്നിരുന്ന ആളുകളാണ്. അഫ്ഗാനിസ്ഥാനിൽ വരാതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. വെറുതെ സ്ത്രീ ശാപം വാങ്ങണ്ട. ശാപോ? അങ്ങനെ ശപിക്കാൻ മാത്രം ശക്തിയുള്ള ഒറ്റ പെണ്ണ് ദുനിയാവിലില്ല. ഇത് നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവർക്ക് നാണക്കേടാവുമ്പോൾ അവർ പല ന്യായങ്ങളും നടത്തും. ജനാധിപത്യ മര്യാദയെ കുറിച്ച് പറയും, അതല്ലെങ്കിൽ ഈ പറയുന്ന ശാസ്ത്രീയ പഠനത്തെ കുറിച്ച് പറയും. അതുമായിട്ട് തനിക്ക് എന്തോന്ന് ബന്ധം? അതൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ സമ്മതിക്കും. ഒപ്പനയാണ് കളിക്കണമെന്ന് വിചാരിക്കുക, നിങ്ങൾ സമ്മതിക്കുക. മ്യൂസിക് ഹറാമാണെന്ന് പറയും. പ്രസംഗിച്ച് നടന്ന ആളാണ് ഇവിടുത്തെ മുജാഹിദ് ബാലിശ്ശേരി. ഈ പറയുന്ന യേശുദാസിന്റെ പാട്ട് കേട്ടാൽ ആരെങ്കിലും നന്നാവുമെന്ന് പച്ചയ്ക്ക് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഇമാതിരി ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് കൊണ്ടാ നമ്മുടെ നാട്ടിലെ കാർഷിക രംഗം തകരുന്നത്. അപ്പൊ ഇതുപോലെ മ്യൂസിക് പോലും ഹറാമാക്കുന്ന നിങ്ങളെ പോലുള്ള ഈ വിസ്ഡം തീവ്രവാദികളെ പോലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നയിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. കോളടിച്ചില്ലേ? സന്തോഷമായല്ലോ.